ഉദ്ഘാടനത്തിന് മുൻപേ പാറിയ പച്ചക്കൊടി. മുഖ്യമന്ത്രിയെ ഓവർടേക്ക് ചെയ്ത ചെന്നിത്തലയുടെ ബസ്. കന്നിയോട്ടത്തിൽ പെരുവഴിയിലായ കൊല്ലത്തെ പ്രിയ യാത്രക്കാർ. പ്രിയദർശിനി പ്രിയങ്കരമെന്ന് പറയാൻ തലയിൽ പായസം വീണ മന്ത്രി പോലും മടിക്കും. സംഭവബഹുലമായിരുന്നു പ്രിയദർശിനിയുടെ അരങ്ങേറ്റ യാത്ര. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്തായിരുന്നു ഔദ്യോഗിക ഉദ്ഘാടനം. രാവിലെ മുഖ്യമന്ത്രി പച്ചക്കൊടി വീശുന്നു. തൊട്ടുപിന്നാലെ സംസ്ഥാന വ്യാപകമായി സ്ത്രീകൾ സൗജന്യമായി KSRTCയിൽ പറക്കുന്നു. ഇതായിരുന്നു പ്ലാൻ. പക്ഷേ തുടക്കം തന്നെ പാളി. തലസ്ഥാനത്ത് മുഖ്യമന്ത്രി കൊടി വീശും മുൻപേ തൃശൂരിൽ പച്ചക്കൊടി പാറി. മുഖ്യമന്ത്രിയെ ഓവർടേക്ക് ചെയ്ത് രമേശ് ചെന്നിത്തല വണ്ടി വിട്ടു. ടൈമിംഗ് തെറ്റിയെങ്കിലും തൃശൂരിൽ കൊടി വീശിയത് തന്നെ മിച്ചം. കാരണം വണ്ടിയിൽ കയറിയ സ്ത്രീകൾക്ക് സൗജന്യവുമില്ല, ഒരു ചുക്കുമില്ല. ടിക്കറ്റ് പോലും കിട്ടിയില്ലെന്ന പരാതിയുമായി യാത്രക്കാർ വലഞ്ഞു. ഇനി കൊല്ലത്തേക്ക് വന്നാൽ അവിടെ പ്രിയ യാത്രക്കാരെ ശരിക്കും പെരുവഴിയിലാക്കി പ്രിയദർശിനി. കുണ്ടറയിൽ നിന്നുള്ള കന്നി സർവീസ് തുടങ്ങിയ പാടെയങ്ങ് പണിമുടക്കി. ഉദ്ഘാടന വണ്ടി തള്ളേണ്ടിയും വന്നു. ഇതൊന്നുമറിയാതെ കൊല്ലം നഗരത്തിൽ ആഘോഷം പൊടി പൊടിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടു. ഒടുവിൽ മധുരം പങ്കുവെക്കാൻ കൊണ്ടുവന്ന ചൂടുപായസം നേരെ വീണത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക്. ഉദ്ഘാടന ചൂടിനേക്കാൾ വലിയ ചൂടാണ് പായസം വീണപ്പോൾ മന്ത്രിക്ക് അനുഭവപ്പെട്ടത്. ചുരുക്കത്തിൽ പച്ചക്കൊടി പാറിയും വണ്ടി പണിമുടക്കിയും മന്ത്രിയുടെ തലയിൽ പായസം വീണും പ്രിയദർശിനിയുടെ ആദ്യ ദിനം ശരിക്കും സൗജന്യ വിനോദയാത്രയായി മാറി. ന്യൂസ് ഡെസ്ക്, ജനം.